ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും സിൽക്കി ആകാനും സഹായിക്കുന്ന ഒരു അമേസിങ് ഹെയർ പാക്ക് ആണ്. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. ആൻഡ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ആൻഡ് ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പപ്പായയാണ്. പപ്പായ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യാനും ഇത് നമ്മുടെ സ്കാൽപ്പിൻ്റെയും ഹെയറിൻ്റെയും ഡ്രൈനെസ് മാറ്റി സ്കാൽപ്പിനെയും ഹെയറിനെയും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പപ്പായയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടി നല്ല ലോങ് ആയിട്ട് വളരാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ റെജുവിനേറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ പാപ്പൈൻ എന്ന് പറഞ്ഞൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ അതുപോലെ തന്നെ ഡേർട്സ് ഇതൊക്കെ റിമൂവ് ചെയ്ത് സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും ഈ പപ്പായ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഇത് നല്ലൊരു എക്സലന്റ് നാച്ചുറൽ കണ്ടീഷണർ ആണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് അലോവെരയാണ്. ഇത് ഹെയർ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇതിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഇച്ചിങ്, ഡാൻഡ്രഫ്, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനും വളരെയധികം നല്ലതാണ്. കറ്റാർവാഴ നല്ലൊരു നാച്ചുറൽ കണ്ടീഷണർ കൂടെയാണ്. അപ്പം ഞാൻ അലോവേരയുടെ ഒരു ജെൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അറിയാൻ പറ്റൂ. ഓക്കെ, ഓയിൽ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനൊക്കെ വളരെയധികം നല്ലതാണ്. മുടിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു തിളക്കവും മുടി നല്ല സോഫ്റ്റ് ആകും, നല്ല സ്മൂത്ത് ആകും. മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ ഇടരുത്, ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ.
ഇനി ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെക്കുക. 30 മിനിറ്റ്സിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകുക. ഇത് നിങ്ങൾക്ക് വീക്കിലി 1-2 തവണ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്നതിന് ഒരു ദിവസം മുമ്പേ, അതായത് ഫംഗ്ഷന് ഒരു ദിവസം മുന്നേ ആയിട്ട് 1-2 ദിവസം മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും, നല്ല തിളക്കത്തോടെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് മുടി ഡ്രൈ ആക്കിയതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത്. കണ്ടില്ലേ? അപ്പോൾ നനവോടെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റില്ല. മുടി നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം മുടി നല്ല സോഫ്റ്റ് ആവും. പക്ഷെ ഡ്രൈ ആക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.